முஸ்லீம் லீக் தலைவர்களின் முட்டாள்தனம்தான் தொடுபுழை நகரசபையில் சேர்மன் பதவி யுடிஎஃப்க்கு நஷ்டமாக காரணம் என்றும் லீக் தலைவர்கள் விவரமில்லாதவர்கள் என்றும் முன்னாள் டிசிசி தலைவர் ரொய்கே போலஸ் தெரிவித்துள்ளார். முன்னணிக்கு தலைமை கொடுக்கும் காங்கிரஸ் நகரசபை சேர்மன் ஆக வேண்டும் என்பதால் காங்கிரസ് പോട്ടിയിട്ടதாக டிசிசி தலைவர் സിപി മാത്യു കൂറിനാർ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ലീഗിന്റെ പഴയകാല ലീഡർഷിപ്പിന്റെ ഒരു സ്വഭാവവും ഇപ്പോഴത്തെ ഈ ഒരു ലീഡർഷിപ്പിൽ കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു അപകടമായിട്ട്. ഒരു പക്വതയുമില്ല, പാകതയില്ല, ഒരു വിവേകവുമില്ല, എടുക്കുന്ന നിലപാടുകളുടെ അപകടം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ തോപ്പിക്കാൻ CPM ആരെങ്കിലും വോട്ട് ചെയ്യും? കേരളത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ 5 വോട്ട് ലീഗിന്റെ വോട്ട് CPM ചെയ്യുക? അവരുടെ കേന്ദ്രത്തിൽ നിന്നല്ലേ ഈ ഇന്നിപ്പോ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ആൾ മത്സരിച്ച് ചെയ്ത് ആരെ തോപ്പിച്ചിട്ടാ? ഞങ്ങളുടെ ആളെ തോപ്പിച്ചിട്ടല്ല. അപ്പൊ അത്ര വിവേകമില്ലാത്തൊരു തീരുമാനം, ഒരു പക്വതയുമില്ലാത്ത തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞാനിത് ഇന്നലെ തന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞതാണ്. 14 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാവണം. ഈ ആളുകൾ തയ്യാറാവണം, അവർ ജയിക്കാൻ വേണം. ഞങ്ങൾ ഒറ്റയ്ക്ക് തൊഴിൽ മുനിസിപ്പാലിറ്റി മത്സരിച്ചാൽ കോൺഗ്രസിന്റെ നേതാവ് ചെയർമാനായി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കും. അല്ല, മുന്നണി സംവിധാനത്തിന് അവർ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യജനാധിപത്യത്തിന്റെ വോട്ടുകൾ വാങ്ങി ജയിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ. അവരെ LDF വോട്ട് ചെയ്തതിനു ശേഷം പിന്നെ അതിനകത്ത് യുക്തി വന്നിട്ട് യാതൊരു കാര്യവുമില്ല. കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മറ്റ് ഘടകകക്ഷി പ്രവർത്തകരുടെയും ചോരയും നീരും നൽകി അവർ സമ്പാദിച്ച വോട്ടർമാരെ ആ ജയിച്ചതിന് ശേഷം യുവദാസിന്റെ പണിയാണ് മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത്. ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ കൊണ്ടുപോയി അവര് നേരെ കയറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തു എന്നതിന്റെ അർത്ഥം മറ്റെന്തോ കച്ചവടമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയായി യൂണിയൻ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോർജ് ജോൺ ഞങ്ങളുടെ ഭാഗത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അനുകൂലമായി വോട്ടുകൾ രേഖപ്പെട്ടു.